കേരളത്തിൻ്റെ പ്രിയങ്കരായ ജനനേതാക്കളിൽ നിന്ന് കേട്ട എന്നെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തെക്കുറിച്ചും കേട്ട നല്ല വാക്കുകൾക്ക് നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. അതുപോലെ തന്നെ കേരളം ഏറ്റവും അടുത്തറിയുന്ന നമ്മുടെ പ്രവാസി ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് കുവൈറ്റ് കലാ ട്രസ്റ്റ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഇടപെടലുകൾ അത് അനിഷേധ്യമാണ്, ചരിത്രപരമാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഈ കുവൈറ്റ് മംഗഫിൽ. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ ഇവരെല്ലാം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിൽ അന്ന് അവിടെ നാട്ടിൽപ്പെട്ട മനുഷ്യർക്കൊക്കെ വേണ്ടി, പരിക്കേറ്റവർക്ക് വേണ്ടി, അതുപോലെ ആശങ്കപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി, മരണപ്പെട്ടവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരെ കണ്ടെത്താനും ഒക്കെ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങളിൽ അവിടെയും ഇവിടെയും ഒക്കെയായി പ്രവർത്തിച്ച കലാ ട്രസ്റ്റിൻ്റെ വലിയൊരു വിഭാഗം ആളുകളുണ്ട്. അവരെല്ലാവരും അങ്ങനെ ഒറ്റ മനസ്സോടെ നിന്ന ഘട്ടത്തിലാണ്. ഒരു ഘട്ടത്തിൽ അന്ന് എനിക്ക് തോന്നുന്നു ആരോഗ്യമന്ത്രിയെ തന്നെ അവിടേക്ക് അയക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അന്ന് നടക്കാതെ പോയി. അങ്ങനെ ഒക്കെയുള്ള വലിയ പ്രവർത്തനങ്ങൾ കുവൈറ്റിൻ്റെ മണ്ണിലും നാട്ടിലും ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ കലാ ട്രസ്റ്റിനെ കൂടുതൽ മലയാളികൾ മനസ്സിലാക്കുന്ന ഒരു കാലത്താണ് ട്രസ്റ്റിൻ്റെ പുരസ്കാരം എല്ലാ വർഷവും ഇതുപോലെ നൽകി വരുന്ന പുരസ്കാരത്തിൻ്റെ ആ ഒരു ഗരിമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ നേരത്തെ മന്ത്രി ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒന്ന് കണ്ട് അമ്പരന്നു, ഞെട്ടി എന്നൊക്കെയുള്ളത് വസ്തുതയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയായി മാധ്യമ മേഖലയെ കണ്ടെത്തി മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ടാവണം ഇത്തവണത്തെ ഈ പുരസ്കാരം എന്ന് തീരുമാനിച്ച ഇതിൻ്റെ ഭാരവാഹികളോടും അതിനെ വിലയിരുത്തിയ ആളുകളോടും ഒക്കെ നന്ദി പറയട്ടെ. അവിടെയാണ് ചരിത്രത്തിൽ ആ നിലയിൽ നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ കലാ ട്രസ്റ്റിൻ്റെ പുരസ്കാരത്തിൽ ആദ്യമായി മാധ്യമ മേഖലയ്ക്ക് നൽകാൻ തീരുമാനിച്ചപ്പോൾ അത് വാങ്ങിയ ആൾ എന്ന ആ ഒരു പേര് അതിനി മായ്ക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന നിലയിൽ അതിലെൻ്റെ പ്രത്യേക നന്ദി, ആ നിലയിൽ എന്നെ തിരഞ്ഞെടുത്തതിലുള്ള നന്ദി അറിയിക്കട്ടെ. സാധാരണ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള അഭിപ്രായങ്ങളും ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിലാണ് സാധാരണ ശ്രീ എ കെ ബാലേട്ടൻ്റെ വിളി വരാറുള്ളത്. ഒരു ദിവസം ഇതുപോലെ കോള് കണ്ട് എന്തെങ്കിലും വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും ഓർത്ത് എടുത്തപ്പോഴാണ് അത് ഈ സംഭവമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയർമാനായിട്ടുള്ള കലാ ട്രസ്റ്റ് ഇങ്ങനെ അവാർഡ് തീരുമാനിച്ചിട്ടുണ്ട്, അതൊന്ന് അറിയിക്കാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സംഘടനയുടെ ഒരു പ്രസക്തി, അതുപോലെ തന്നെ ഈ അവാർഡിനുള്ള പ്രസക്തി ഞാൻ വ്യക്തിപരമായി ഒരുപാട് മനസ്സിലായി. കാരണം ഒട്ടേറെ ആളുകൾ ഒരുപാട് തലങ്ങളിൽ, പല നിലകളിൽ, പല കോണിൽ നിന്നും, ലോകത്തിൻ്റെ തന്നെ പല കോണിൽ നിന്നും മെസ്സേജായും വിളിയുമായും അഭിനന്ദനങ്ങളും ഒക്കെയായി വിളിച്ച ഒരു സാഹചര്യമുണ്ട്. അത് മുമ്പ് പറഞ്ഞതുപോലെ മാധ്യമ ലോകം ഇന്ന് ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്ന, അത് മാധ്യമ പ്രവർത്തകരാലും മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ട വെല്ലുവിളിയാണ്. കാരണം ഏറ്റവും അധികം മാധ്യമങ്ങൾ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. ആ നിലയിൽ സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും ശക്തമായ ഒരു കാലത്ത് മാധ്യമങ്ങളുടെ ഓരോ പ്രവർത്തനത്തെയും ഏറ്റവും അധികം വിലയിരുത്തുകയും അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ ആ നിലയിൽ ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകുന്ന കാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അവിടെയാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൈരളി എന്ന കേരളത്തിൻ്റെ മാധ്യമം യഥാർത്ഥത്തിൽ ഒരു മുതലാളിയില്ലാത്ത ലക്ഷക്കണക്കായ സാധാരണ മനുഷ്യർ അതിൻ്റെ ഓഹരി ഉടമകളായി വന്ന് അതിൻ്റെ ആ മാധ്യമത്തെ നിലനിർത്തുന്ന നെടുംതൂണുകളായി നമ്മൾ സാധാരണ കാണുന്ന മുതലാളിമാരാൽ നയിക്കപ്പെടാത്ത കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാധ്യമ സംരംഭമാണ് കൈരളി എന്നുള്ളതാണ്. ആ കൈരളി ആ നിലയിൽ അതിൻ്റെ ചരിത്രപരവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം നിറവേറ്റി പോകുന്ന ഒരു കാലമാണ്. ഈ സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പൊക്കെ കടന്നു പോകുമ്പോൾ അറിയാം, പലപ്പോഴും ചോദിക്കേണ്ട പല ചോദ്യങ്ങളും മാധ്യമങ്ങളുടെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്ന് വാർത്താ സമ്മേളനങ്ങളിലും മറ്റും വരാത്ത ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ ചോദ്യം കൈരളിയിൽ നിന്ന് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കണ്ടതാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകർ പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പലരോടും ചോദിക്കുമ്പോൾ കൈരളിയാണോ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ആ ചോദ്യത്തോടെ തൊഴുകൈകളോടെ പലരും എഴുന്നേറ്റ് പോകുന്നു. ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാകാതെ മറ്റു മാധ്യമങ്ങൾ ചോദിക്കാൻ സൗകര്യപൂർവ്വം തയ്യാറാകാതെ ഒഴിവാക്കുന്ന ചോദ്യങ്ങളടക്കം ചോദിച്ചുകൊണ്ട്
സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും അധികം തെറ്റായ പ്രചാരണം നടക്കുന്ന ഒരു കാലത്ത് ഏറ്റവും വലിയ പ്രതിരോധത്തിന് ഒരു മാർഗം, ഒരു സാധ്യത എത്രമാത്രം തീർക്കാനാകും എന്ന് തന്നെയാണ് നോക്കുന്നത്. വലിയ തോതിലുള്ള മുമ്പ് മന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കേരളമുണ്ട്, നമ്മൾ എത്തിപ്പെട്ട ഒരു കേരളമുണ്ട്, ഇതല്ല കേരളമെന്നും വേറെ മറ്റേതോ ഒന്നാണ് കേരളമെന്നും അങ്ങനെ ഒരു ഇരുണ്ട കാലത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ കഴിയും വിധമുള്ള ഏറ്റവും തെറ്റായ സോഷ്യൽ മീഡിയ പ്രചാരണം നടക്കുന്ന മാധ്യമങ്ങൾ കുറ്റകരമായ ഒത്തുചേരൽ അതിനോടൊപ്പം നടത്തുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഇത്തരം ഒരു വലിയ ഉത്തരവാദിത്വം കൈരളി നടത്തി വരുന്നത്. അതാണ് അതിന്റെ ഒരു പ്രധാന അത്തരം ഒരു കാലത്ത് ഈ കലയുടെ അവാർഡിലേക്ക് അത് കടന്നു വരുന്നു, ആ പരിഗണന കടന്നു വരുന്നു എന്നത് അങ്ങേയറ്റം ആവേശകരമായ ഒരു കാഴ്ചയാണ്. കേരളത്തിൽ മാധ്യമങ്ങൾ ഏറ്റവും അധികം ഇടത് വിമർശനമല്ല ഇന്ന് നടത്തുന്നത്, സർക്കാർ വിമർശനമല്ല നടത്തുന്നത്, സർക്കാർ വിരുദ്ധ പ്രചാരണത്തിലേക്ക്, ഇടതുവിരുദ്ധ പ്രചാരണത്തിലേക്ക് മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ചെന്നുപെട്ടിട്ടുണ്ട് എന്നുള്ളത് ചെന്ന് നിൽക്കുന്ന അവസ്ഥ അതാണ്. വിമർശനം എന്നുള്ളത് ജനാധിപത്യപരമാണ്, മാധ്യമങ്ങളുടെ അവകാശമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മന്ത്രി എം പി രാജേഷിനോടക്കം ഞങ്ങൾ ഭരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് വിമർശനപരമായി ഉന്നയിക്കാനും ശരിയായ രീതിയിൽ അവതരിപ്പിക്കാനും മറുപടി വാങ്ങിച്ചെടുക്കാനും മാധ്യമങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഇന്നതല്ല. പകരം ഒരു വിരുദ്ധ നിലപാട് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച് അതിനനുസരിച്ച് കാര്യങ്ങളെ മെനയുന്നതിലേക്ക് പോകുന്നു. അതിനാണ് കഴിഞ്ഞൊരു ചർച്ചയിൽ മന്ത്രി തന്നെ എന്റെ ഒരു ചോദ്യത്തിന് പറഞ്ഞ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് വിമർശനത്തെ ഭയമില്ല, പക്ഷെ ഇവിടെ നടക്കുന്നത് പ്രൊപ്പഗൻഡ ജേർണലിസമാണ്, അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഒരു അന്തരീക്ഷം കേരളത്തിൽ നിൽക്കുകയാണ്. അതിനെ കുറെയൊക്കെ തിരിച്ചറിയുന്നുണ്ട് ജനസമൂഹം തിരിച്ചറിയുന്നുണ്ട്. തെറ്റായ പ്രചാരണങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കേരളത്തിന്റെ ഒരു ശേഷിയുണ്ട്. ആ ശേഷി കൈമോശം വരരുത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൈരളിയെ പോലുള്ള മാധ്യമങ്ങളുടെ വലിയ പ്രസക്തിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങളത് നിറവേറ്റി മുന്നോട്ട് പോകാനുള്ള വലിയ പരിശ്രമമാണ് പല പരിമിതികൾക്ക് നടുവിലൂടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയട്ടെ. എനിക്കറിയാം ഞാൻ വളരെ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം രാവിലെ മുതൽ ഇവിടേക്ക് എത്തിയത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്നവരുണ്ട്, മടങ്ങേണ്ട സാഹചര്യമുണ്ട്, മന്ത്രിക്കടക്കം മറ്റ് പരിപാടികളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേ ഉള്ളൂ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു നല്ല കുറിപ്പ് കൂടി പറയാം. ഇപ്പോൾ ഈ ഇടതുവിരുദ്ധത അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ചർച്ചകളും മറ്റും സംഘടിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഇവരുടെ പരിപാടികളെ കുറിച്ച് വിമർശനമുള്ള ഒരു വലിയ വിഭാഗം ആളുകൾ എല്ലാവരും അത് പോയിരുന്നു കാണും. ഒരു FB പോസ്റ്റിൽ കണ്ടതാണ്, അതേ എഴുതിയിരിക്കുകയാണ്. ഇവരെല്ലാം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ബഹളമയമായി മാറിയ സംവാദമെന്ന് വിളിക്കാൻ കഴിയാത്ത നിലയിലേക്കൊക്കെയുള്ള ചർച്ചകളും മറ്റും വരുമ്പോൾ അതിനെ ഏറ്റവും അധികം വിമർശിക്കുന്ന ആളുകൾ തന്നെ പോയിരുന്നു കാണും. കണ്ട ശേഷം നമ്മൾ ആ രാത്രി തന്നെ ചിലപ്പോൾ FBയിൽ ഒരു പോസ്റ്റ് ഇടും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് നോട്ടൊക്കെ ഇട്ട് നമ്മളുടെ രോഷം അറിയിക്കും. ഈ അവതാരകൻ എന്താണ് കാണിക്കുന്നത്, എന്ത് ചർച്ചയാണ് നടന്നത്, ഇതാണോ കേരളം? അതോടുകൂടി നമ്മൾ തൃപ്തരായി. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരും തൃപ്തരാണെന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വരുന്ന ഒരു പ്രതിവാര റേറ്റിംഗ് ഉണ്ട്. എങ്ങനെ പോയ വാരം ഞങ്ങളുടെ ചാനലുകൾ പെർഫോം ചെയ്തു എന്നുള്ളത് വ്യാഴാഴ്ച രാവിലെയാണ് വരുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വിമർശിക്കുന്ന ആളുകളുടെ വിമർശനം അവർക്ക് വിഷയമല്ല. കാരണം അവരുടെ അജണ്ട അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന അജണ്ടയ്ക്ക് ഏറ്റവും നല്ല റേറ്റിംഗ് കിട്ടുന്നുണ്ടല്ലോ. വ്യാഴാഴ്ച റേറ്റിംഗ് വരുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഇടതുവിരുദ്ധ പ്ലാറ്റ്ഫോമിന് ചർച്ചയ്ക്ക് നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ റേറ്റിംഗ് തരുന്ന ആളുകൾ ഞങ്ങളെ വിമർശിച്ചോട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യവും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരെ തിരുത്താൻ കഴിയുന്നില്ല. തിരുത്താൻ കഴിയാത്ത വിധം വളരെ ശക്തമായ ഒരു ഇടതുവിരുദ്ധ അജണ്ടയിലേക്ക് മാധ്യമങ്ങൾ വഴിമാറുന്ന ഒരവസ്ഥ കേരളത്തിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെതിരായി ഒരു പൊതുബോധം രൂപപ്പെടണമെങ്കിൽ ഈ ബദൽ പ്രചാരം വളരെ ശക്തമായി നടത്തുന്ന കൈരളിയടക്കം മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ മീഡിയ ഇടപെടലുകളെ, വാർത്തകളെ, സോഷ്യൽ മീഡിയ വീഡിയോകളെ നന്നായി കാണുക, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വിധേയമാക്കുക, ടെലിവിഷൻ വീട്ടിലും കൈരളി അടക്കം കാണുക എന്നതൊക്കെയാണ് ഏക മാർഗം അതിന് ബദലായി നിർദ്ദേശിക്കാനുള്ളൂ. ആ നിലയിൽ കൈരളിക്കൊപ്പം നിൽക്കുക. കലാ കുവൈറ്റിന്റെ ഈ അവാർഡ് സ്നേഹത്തോടെ ഏറ്റുവാങ്ങുന്നു. എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.